എന്തിനാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്? പല പല ഉത്തരങ്ങളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഇതിന് പല ഉത്തരങ്ങളുണ്ട്. അവിടെ നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണെന്നോ ശരിയാണെന്നോ അതിനർത്ഥമില്ല. നമ്മൾ പറയുന്നൊന്നും ഏതായാലും തെറ്റാകില്ല. കാരണം ഇത്രയും നാളത്തെ നമ്മുടെ യേശുവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നമ്മൾ അറിയണമല്ലോ എന്തിനാണ് യേശു നമുക്ക് വേണ്ടി എന്നുള്ളത് പോട്ടെ, എന്തിനാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചത്? അല്ല, ഈ സത്യമാണ് മക്കളെ നമ്മൾ സ്വതന്ത്രരാക്കുന്നത്. ഈ സത്യമാണ് നമുക്ക് സൗഖ്യം തരുന്നത്. ഈ സത്യമാണ് നമുക്ക് പാപമോചനം തരുന്നത്. ഈ സത്യമാണ് നമുക്ക് വിടുതൽ തരുന്നത്. ഈ സത്യമാണ് നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റുക. അപ്പൊ ഈ സത്യം കൃത്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കിട്ടണം. പലരും ചോദിച്ചു, അച്ഛാ ഞങ്ങൾ ഇന്നലകളിൽ പാപം ചെയ്തു, ഇനിയിപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പാപം ചെയ്തു, പാപകരമായ വഴികളിലൂടെ പോയത്, ഇനിയിപ്പോൾ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഒറ്റ ഉത്തരവേ ഉള്ളൂ, പാപത്തിന് പരിഹാരം പാപരഹിത ജീവിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പാപത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാപരഹിത ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നലകളിൽ പാപം ചെയ്തിട്ടുള്ളത് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഇനി ഇന്നലകളിൽ ക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിച്ചത്? ഇനി അതിനുള്ള പരിഹാരം എന്താണ്? ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക. ഇന്നലകളിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാണ് ഞാൻ ജീവിച്ചതെങ്കിൽ ഇനി അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുക. അപ്പോൾ എല്ലാ പാപത്തിൻ്റെയും പരിഹാരം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ഒരുവന്റെ ജീവിതമാണ്. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത്. കാരണം യേശുവിൽ നിന്ന് അകന്നതാണ്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നതാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. അടിസ്ഥാന കാരണം അതാണ്. അപ്പോൾ ഈ കാരണത്തിൽ നിന്നുള്ള പരിഹാരം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്കുള്ള തിരിച്ചുവരവാണ്. അതാണ് ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാം നഷ്ടപ്പോയതിന് ഒറ്റ കാരണമുള്ളൂ, അവൻ ദൈവത്തെ നഷ്ടപ്പെടുത്തി. ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയതിന് ഒറ്റ കാരണമുള്ളൂ, അവൻ ദൈവത്തെ നഷ്ടപ്പെടുത്തി. ഇനി അത് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാൻ തയ്യാറായപ്പോ നഷ്ടപ്പെട്ടതൊക്കെ അപ്പൻ തിരിച്ചു കൊടുക്കും നമ്മൾ എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ, കുടുംബത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ, കുടുംബ ബന്ധങ്ങളിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ, അതിന്റെ കാരണങ്ങൾ എന്തുമാകട്ടെ, അവളുടെ പരിഹാര ജീവിതം യേശുവിലുള്ള ജീവിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടോ, തിരിച്ചെടുക്കാനാകാത്ത വിധം ചില ജീവിതത്തിന്റെ നിഷ്കളങ്കതയും വിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളുണ്ട്. തിരിച്ചെടുക്കാനാകാത്ത വിധം ചില ദാമ്പത്യത്തിന്റെ വിശ്വസ്തതകൾ നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യങ്ങളുണ്ട്. ഇനി ഇതൊക്കെ അങ്ങനെ, ഇതിനൊക്കെ എന്ത് പരിഹാരം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, തിരിച്ച് കർത്താവിങ്കിലേക്ക് വരിക. അവന്റെ സ്നേഹത്തിലും അവന്റെ പരിശുദ്ധിയിലും അവനോടുള്ള വിശ്വസ്തതയിലും ജീവിക്കാൻ നീ ആരംഭിക്കുമ്പോഴുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ ദൈവം നിനക്ക് കൂട്ടിച്ചേർത്ത് തരും. നമ്മൾ വിചാരിക്കും ഇതിനെ എങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിൽ പോലും ദൈവത്തിന്റെ ആത്മാവിനാൽ അത് കൂട്ടിച്ചേർക്കപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് എല്ലാ പാപങ്ങളുടെയും കടന്നുപോയ, സ്വർഗത്തെ, ദൈവത്തെ, നിത്യതയെ നഷ്ടപ്പെടുത്തി ഇന്നലകളിൽ കടന്നുപോയ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള ജീവിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിഹാരം തേടി എങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ പരിഹാരം തേടി, ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി സകല സ്ഥലങ്ങളിലും പോകും. നമുക്കറിയാം നമ്മൾ ചെയ്ത പാപമാണെങ്കിൽ, നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ, നമ്മൾ പോയ വഴികളിൽ പാപത്തിന്റെ വഴികളാണ് നമുക്കറിയാമെങ്കിൽ അതിന് പരിഹാരം എന്ന് പറയുന്നത് പാപരഹിത ജീവിതമാണ്. അതിന് വേറെ ആളെ അന്വേഷിച്ച് പോകണ്ട, ഒരു പരിഹാരവും ചെയ്യണ്ട. ആ പരിഹാരം യേശു കാൽവരിയിൽ പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ട് പാപത്തിന്റെ സകല പരിഹാരവും സകല ശിക്ഷയും കാൽവരിയിൽ, ഈ അൾത്താരയിൽ, ഈ ബലിയിൽ, തന്റെ കാൽവരി യാഗത്തിൽ യേശു പൂർത്തീകരിച്ചത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്, വിശുദ്ധ ബലിയാണ്, കാൽവരി യാഗമാണ്. ഇങ്ങോട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായി നമ്മൾ വരേണ്ടത്. വിശുദ്ധ കുർബാനയിലാണ് ഒരു ദൈവ പൈതൽ തന്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കുന്നത്, തന്റെ പാപത്തിനുള്ള പരിഹാരം കണ്ടുപിടിക്കുന്നത്, തന്റെ ജീവിതത്തിന്റെ തകർച്ചകൾക്കുള്ള പരിഹാരം കണ്ടുപിടിക്കുന്നത്, തന്റെ കണ്ണുനീരിന്റെയും തന്റെ വേദനയുടെയും തന്റെ ചങ്കുപൊട്ടുന്ന നൊമ്പരങ്ങളുടെയൊക്കെ ഉത്തരം കണ്ടുപിടിക്കുന്നത് ഈ അൾത്താരയിലാണ്. ഈ അൾത്താര വിട്ടിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റില്ല.
കാരണം അവന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം പൂർത്തീകരിക്കപ്പെട്ടത് ഈ അൾത്താരയിലാണ്, ഈ കാൽവരിയിലാണ്, ഈ ബലിവേദിയിലാണെന്ന് ഒരാത്മാവ് തിരിച്ചറിയുന്നിടത്താണ് അവന്റെ പാപത്തിന്റെയും അവന്റെ തലമുറ ശാപത്തിന്റെയും അവന്റെ ജീവിതത്തിന്റെ തകർച്ചകളുടെയും പ്രതിസന്ധികളുടെയും തടസ്സങ്ങളുടെയും എല്ലാ കെട്ടുകൾ അഴിയുന്നത്. എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ ബലിവേദിയാണ്, ഈ അൾത്താരയാണ്, ഈ കാൽവരി യാഗമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഞാൻ ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. എന്തിനാണ് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി മരിച്ചത്? എന്തുത്തരം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയുന്ന എല്ലാ ഉത്തരവും ശരിയായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയായിരിക്കും. എന്തിനാണ് ഈശോ എനിക്ക് വേണ്ടി മരിച്ചത്? ഇതിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണമല്ലോ. ഒരു സുവിശേഷ ജീവിതം പോലും ആരംഭിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നിടത്താണ്. ഒരു സമർപ്പണ ജീവിതം ആരംഭിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ആത്മാവിൽ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ സമർപ്പിതരാണ് എന്ന് ഇങ്ങനെ പേരുകൊണ്ട് എഴുതി ഒട്ടിക്കാനേ പറ്റുള്ളൂ, അല്ലേ? ഞാനൊരു വൈദികനാണ്, ഞാനൊരു സമർപ്പിതനാണ്, ഒരു സിസ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങൾ വൈദികരുണ്ട്. ഞങ്ങളൊക്കെ വൈദികരും സിസ്റ്റേഴ്സ് എന്നുള്ള തലക്കെട്ടിനപ്പുറം യഥാർത്ഥത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതെന്തെന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നില്ലെങ്കിൽ, എൻ്റെ കർത്താവ് എനിക്ക് എന്തിനു വേണ്ടി എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ തിരിച്ചറിയാത്തിടത്തോളം കാലം ഓക്കെ, എല്ലാവരും ജീവിക്കുന്ന പോലെ ഒരു പൗരോഹിത്യ ജീവിതം ഞാൻ നയിക്കുന്നു. അതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതം കൊണ്ട് ലോകത്തെ സ്വാധീനിക്കാൻ, ദൈവജനത്തെ സ്വാധീനിക്കാൻ എനിക്ക് പറ്റാതെ പോകും. ഹല്ലേലൂയ. ഒരപ്പനായിട്ട് ജീവിക്കാം, ഒരമ്മയായിട്ട് ജീവിക്കാം. ആ പേരുണ്ട്, അപ്പനാണ് അമ്മയാണെന്നുള്ള പേരുണ്ട്. ഒരു മകനായി മകളായി ജീവിക്കാം. പക്ഷെ ഇതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബത്തെ, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ അയൽവാസികൾ, എൻ്റെ ഇടവക സമൂഹത്തെ ഒക്കെ സ്വാധീനിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ ജീവിതം രൂപപ്പെടുന്നത് ഈ സത്യം എൻ്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഈ സത്യം നമുക്ക് കിട്ടണം. വേറൊന്നും ഈ ദിവസങ്ങളിൽ കേട്ടതൊന്നും നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടിയില്ലെങ്കിലും എന്തിന് യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സത്യം നമ്മുടെ ഹൃദയത്തിൽ കിട്ടണം. ഹല്ലേലൂയ. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. എന്തിനാണ് ഈശോ എനിക്ക് വേണ്ടി മരിച്ചത്? പറഞ്ഞോ. എല്ലാം ശരിയാണ്, നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാണ്. കാരണം ഇതുവരെ നിങ്ങൾ കേട്ടതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പറയാം അതെല്ലാം ശരിയാണ്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. പാപമോചനം, അല്ലേ? പാപമോചനം തരാൻ വേണ്ടിയാണ് യേശു കാൽവരിയിൽ ബലിയായി തീർന്നത്. നമ്മുടെ പാപത്തിന്റെ പരിഹാരം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായപ്പോൾ സ്വർഗം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ട് പാപത്തിന് മേലുള്ള ശിക്ഷ സ്വന്തം ശരീരത്തിൽ എടുത്തു വഹിച്ചു അവൻ മാറ്റിയെന്നാണ് യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ എഴുതി. ശരിയാണ്, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ എടുക്കാനാണ് ഈശോ വന്നത്. കൃത്യമായ ഉത്തരവാണ്. ഇനി എന്തേലും നിത്യജീവൻ തരാൻ വേണ്ടിയിട്ട്, നിത്യജീവൻ തരാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പിതാവിനെയും അവിടെ നയിച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോ യേശുവിനെ അറിയുമ്പോൾ നമുക്ക് നിത്യജീവനുണ്ട്. ആ ചോദ്യത്തിന്റെ ബാക്കിയാണ് ഞാൻ ചോദിക്കുന്നത്. യേശുവിനെ അറിയുക എന്നുള്ള ചോദ്യത്തിന്റെ പൂർത്തീകരണമായി നിത്യജീവൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ്. ചോദ്യത്തിന്റെ ഒരു ബാക്കിയാണ്, യേശു എന്തിനാണ് എനിക്ക് വേണ്ടി മരിച്ചത്? അതുകൂടി അറിയണ്ടേ. യേശുവിനെ ഞാൻ അറിഞ്ഞു, യേശു മരിച്ചെന്നും യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടെന്നും യേശു പാടുപിടകൾ സഹിച്ചെന്നും 3-ാം ദിവസം ഉത്ഥാനം ചെയ്തതും ഇന്നും ചരിത്രത്തിൽ ഇങ്ങനെ മരിച്ച് അടക്കം ചെയ്തിട്ട് ഒരുവന്റെ കല്ലറ മാത്രമേ ശൂന്യമായിട്ട് ചരിത്രത്തിൽ കിടപ്പുള്ളൂ. അത് യേശുവിന്റെ കല്ലറയാ. ദൈവത്തിന് വലിയ കൃപയാൽ ഒരു 5-6 പ്രാവശ്യം ജെറുസലേമിൽ പോകാനും യേശു ഉത്ഥാനം ചെയ്ത കല്ലറയ്ക്കടക്കൽ ചെല്ലാനും ശൂന്യമായി കിടക്കുന്ന കല്ലറ കാണാനൊക്കെ ദൈവം കൃപ തന്നിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഇന്നുവരെയും ആരുടെയും കല്ലറ ശൂന്യമായി കിടക്കുന്നില്ല. ഒരു മതസ്ഥാപകന്റെയും കല്ലറ ശൂന്യമായി കിടക്കുന്നില്ല. അതൊക്കെ മനുഷ്യരായിരുന്നുകൊണ്ട് മണ്ണിലടക്കം ചെയ്ത് പുഴുവും കീടങ്ങളൊക്കെ തിന്നു തീർത്ത് മണ്ണിനോട് മണ്ണായി തീർന്നു എല്ലാ മത നേതാക്കളും. ഹല്ലേലൂയ. എന്നാൽ ഈശോ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശു നമുക്ക് കാണിച്ചു തന്നത് ഒരു വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള വഴി, ഏക വഴി. അത് ഞാനാണെന്ന് യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 14:6 യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശു നമുക്കൊരു വഴി കാണിച്ചത്. എന്താണ്? സ്വർഗത്തിലേക്കുള്ള വഴി, പിതാവിന്റെ സന്നിധിയിലേക്കുള്ള വഴി, നിത്യജീവനിലേക്കുള്ള വഴി ഈശോ കാണിച്ചു തന്നിട്ട് കടന്നുപോയി. ആ ക്രിസ്തുവിന്റെ വഴി പിന്തുടരുന്നവരെ ക്രിസ്ത്യാനികൾ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ക്രിസ്ത്യാനികൾ. ക്രിസ്തു മതമെന്ന് ഇങ്ങനെ കാലാന്തരത്തിൽ അങ്ങനെ ഒരു പേരിട്ടുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിളിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികൾ എന്നാണ്. ക്രിസ്തുവിന്റെ അനുയായികൾ. സ്വർഗത്തിലേക്കുള്ള വഴി പഠിപ്പിച്ചു തന്ന ഏക പുത്രനായ
യേശുവിൻ്റെ അനുയായികളായ നമ്മൾ ക്രിസ്ത്യാനികൾ, അനുയായികൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഒരുവന്റെ കല്ലറ മാത്രമേ മക്കളെ ചരിത്രത്തിൽ ശൂന്യമായി കിടക്കുന്നുള്ളൂ. കാരണം അവൻ മനുഷ്യനല്ല, അവൻ മനുഷ്യൻ മാത്രമായിരുന്നില്ല, അവൻ മനുഷ്യനും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നതുകൊണ്ട് അവൻ സ്വന്തം ശക്തിയാൽ കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നു. ചരിത്രത്തെ പോലും, ലോക ചരിത്രത്തെ പോലെ രണ്ടായിട്ട് വിഭജിച്ചവൻ ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് യേശു ക്രിസ്തു. AD എന്നും PC എന്നും. ലോകത്തെ പോലെ ലോക ചരിത്രത്തെ യേശു രണ്ടായിട്ട് വിഭജിച്ചു. AD എന്നും BC എന്നും അവൻ രണ്ടായിട്ട് വിഭജിക്കുക ചെയ്ത്. ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് ശേഷവും ക്രിസ്തുവിന് മുമ്പുമെന്നും പറഞ്ഞുകൊണ്ടാണ് ലോകത്തിന്റെ ചരിത്രം യേശുവിന്റെ വരവോടുകൂടി രണ്ടായി വഴിമാറിയത്. അതുകൊണ്ടാണ് യേശുവിനെ സ്വന്തമാക്കുന്നവന്റെ ചരിത്രം വഴിമാറുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, കാരണം ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ ഈ ഭൂമിയുടെ ചരിത്രത്തെ പോലും അവന് മുമ്പും അവന് ശേഷവും എന്ന് പറഞ്ഞ് രണ്ടായി വിഭജിക്കപ്പെട്ടെങ്കിൽ യേശുവിനെ സ്വന്തമാക്കുന്ന ജീവിതങ്ങളുടെ ചരിത്രം മാറും. യേശുവിന് മുമ്പും യേശുവിന് ശേഷവും എന്ന് പറഞ്ഞ് ഒരുവന്റെ ചരിത്രം മാറുമെന്നുള്ളത് അനേകരുടെ ജീവിതം, പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യമാണ്. ഹല്ലേലൂയ. യേശുവിന് മുമ്പ് ഒരു ജീവിതം, യേശുവിന് ശേഷം മറ്റൊരു ജീവിതം. ഇത് ചരിത്ര സത്യം. കാരണം ചരിത്രത്തെ പോലും യേശു രണ്ടായിട്ട് വിഭജിച്ചു. വേറെ ആരും ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇനി ഞാൻ വീണ്ടും ചോദ്യത്തിലേക്ക് വരുന്നു. ഈ ചോദ്യം വീണ്ടും ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ പറയുന്ന എല്ലാം സത്യമാണ്. അതിൻ്റെ പൂർത്തീകരണമായിട്ട് അവസാനം ഞാൻ കൊണ്ടെത്തിക്കാൻ പോകുന്ന അതിപ്രധാനമായൊരു വിഷയമുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചത്. പരിശുദ്ധാത്മാവിനെ നൽകാൻ. സത്യമാണ്. ഈശോ പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടില്ല. ഈ ആത്മാവ് വന്നു കഴിയുമ്പോഴാണ് നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. പറഞ്ഞാൽ യേശുവാകുന്ന യഥാർത്ഥ സത്യത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് യേശുവിനെ പ്രഘോഷിക്കാൻ പറ്റില്ല, യേശുവിനെ പറയാൻ പറ്റില്ല. യേശു സത്യമാണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ആത്മാവാണ് ഈ യേശുവാകുന്ന ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിനെ അതിന്റെ പൂർണ്ണതയിൽ പ്രഘോഷിക്കാൻ ആത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ പോണം. എന്തിനാ? ആത്മാവ് വരാൻ. ഹല്ലേലൂയ. അതും ശരിയാണ്. ഇനി പറഞ്ഞോ, എല്ലാം ശരിയാണ്. നിങ്ങൾ പറയുന്നത് എല്ലാം ശരിയാണ്. അവസാന വചനത്തിലൂടെ അതിനേക്കാളും അതിപ്രധാനമായൊരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കും. എന്നിട്ട് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. ഈ ആരാധനയിൽ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവിൽ നിൽക്കുന്ന സേറ്റിന് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും അധികാരങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം നമ്മൾ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. വലിയ സൗഖ്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്നത് കാണാൻ പറ്റും. കാരണം ഈ സത്യം നിങ്ങളുടെ ചങ്കിലെടുത്തിട്ട് ഈ സത്യത്തിന് നിരന്തരമായ ഒരു പ്രത്യുത്തരം കൊടുക്കാൻ തയ്യാറായാലുണ്ടല്ലോ, അത് അത്ഭുതകരമായ വിടുതലിലേക്ക് നമ്മുടെ ജീവിതം, കുടുംബം, സ്വപ്നങ്ങൾ, മക്കൾ, തലമുറകൾ എല്ലാം പ്രവേശിക്കുന്ന അത്ഭുതകരമായ ആത്മീയ രഹസ്യത്തിൻ്റെ മർമ്മമാണ് യേശു എന്തിനു വേണ്ടി എനിക്ക് വേണ്ടി മരിച്ചു. വിശുദ്ധ കുർബാനയാകാൻ അതും ശരിയാണ്. വിശുദ്ധ കുർബാനയാകാൻ യേശു മരിച്ചു അല്ലേ? സ്വന്തം ശരീരവും രക്തവും തന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവാൻ ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവാൻ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. ഹല്ലേലൂയ. യേശു മരിച്ചു, വിശുദ്ധ കുർബാനയായിട്ട് അവൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. യെസ്. ഇനി ഇതെല്ലാം നമ്മളൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ആണ്, കോമൺ, അതായത് എല്ലാവർക്കും വേണ്ടി ഈശോ ചെയ്തത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈശോ നിനക്ക് വേണ്ടി മരിച്ചത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന അടിസ്ഥാന ഒരു മർമ്മം കിടപ്പുണ്ട്. ആർക്കെങ്കിലും പറയാവോ? ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം. എന്തിനാണ് യേശു എനിക്ക് ഈ വചനം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം അറിഞ്ഞെങ്കിൽ ഇന്നത്തെ എത്ര പേര് അച്ഛന്മാരാകാൻ പോയനെന്നറിയാമോ? ഈ വചനം ശരിക്കും നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എത്ര പേര് സിസ്റ്റേഴ്സ് ആകാൻ പോയിരുന്നു, എത്ര പേര് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിരുന്നു എന്നറിയാവോ, എത്ര പേര് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായനെന്നറിയാവോ? 2 കൊരിന്തോസ് 5:15. നിങ്ങൾ പല വചനം എടുത്തോ. 2 കൊരിന്തോസ് 5:15, 1 തെസ്സലോനിക്ക 5:10, ഗലാത്യ 2:21, റോമ 14:7, ഫിലിപ്പി 1:21. ഏത് വേണമെങ്കിലും എടുത്തോ. ഇത് ഏറ്റവും ആഴമായ ചിന്തയാണ്. നമ്മുടെ ധ്യാനത്തിൻ്റെ
പരമപ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ ശാന്തമായിട്ടും വളരെ സ്ലോലിയും ഹൃദയത്തിൽ കിട്ടണം. ഇതിൻ്റെ വലിയ അനുഭൂതിയോ വലിയ നമ്മൾ വിചാരിക്കുന്ന വലിയ ഇതൊന്നുമല്ല. പക്ഷേ ഈ സത്യം ഒരുവൻ്റെ ആത്മാവിൽ കിട്ടിയാലുണ്ടല്ലോ, പിന്നെ അവൻ്റെ ജീവിതത്തിലും അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങളായിരിക്കും ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10-12 വർഷമായിട്ട് സുവിശേഷ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് മക്കളെ, ഒരു ദിവസം പോലും അത്ഭുതങ്ങൾ കാണാത്ത ദിവസമില്ല. ഒരു ദിവസം പോലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാത്ത ദിവസമില്ല. എവിടെയെങ്കിലുമൊക്കെ ആരില്ലെങ്കിലൊക്കെ ജീവിതത്തിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതായിട്ട് കഴിഞ്ഞ ഇത്രയും നാൾ. ചിലപ്പോൾ അതുകൊണ്ട് അച്ഛൻ അന്ന് ഇവിടെ തന്നെ 6 വർഷം മുമ്പ് 8 വർഷം മുമ്പൊക്കെ കാരിസ്മയിലെ ധ്യാനത്തിന് വന്നവരെ ഞാൻ കണ്ട്. 6-8 വർഷം മുമ്പൊക്കെ. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം ഇന്നും അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, ഇത്രയും നാൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ആർക്ക് വേണ്ടിയിട്ടാ? സത്യം പറയണേ, ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിച്ച് ഇപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്കൊക്കെ വേണ്ടി ജീവിച്ച്. കേട്ടാ, ഇവരൊക്കെ സ്നേഹിച്ച് ഇതുങ്ങളൊക്കെ സ്നേഹിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായിപ്പോ. അതുകൊണ്ട് വചനം പറയാണ്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ. കേട്ടോ, കാതുകൾ തുറന്ന് ഹൃദയം തുറന്ന് കേൾക്ക്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. കേട്ടോ? കേട്ടോ നിങ്ങൾ? കേട്ടില്ല? ഞാൻ ഒന്നുകൂടി പറയാം. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എനിക്ക് വേണ്ടി മരിച്ചത്. അപ്പൊ എന്തിനാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചത്? പറ. ഇനി ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, എന്തിനാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചത്? ആർക്ക് വേണ്ടി? ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ? ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റും. എപ്പോഴാണെന്നറിയാവോ? നമ്മൾ യേശുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിൽ സ്നേഹം നിറയുമ്പോൾ സ്നേഹം തനിയെ പുറത്തോട്ട് ഒഴുകും. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ വിദേശത്ത് നിന്ന് ആരെങ്കിലും വന്നെന്ന് വിചാരിക്കും. നിങ്ങളുടെയൊക്കെ ഏറ്റവും അടുത്ത ബന്ധങ്ങളുള്ള ആരെങ്കിലുമൊക്കെ വിദേശത്തു നിന്നൊക്കെ പണ്ട് ഇങ്ങനെ നാട്ടിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുപ്പി സ്പ്രേ കൊടുക്കും. ചിലപ്പോൾ എയർപോർട്ടിൽ വന്നിട്ടായിരിക്കും മേടിക്കുന്നത്, ചിലപ്പോൾ അവിടെ നിന്നായിരിക്കണമെന്നില്ല, ഇവിടെ വന്നിട്ടായിരിക്കും കുറച്ച് സ്പ്രേ ഒക്കെ മേടിച്ചിട്ടൊക്കെ വരുന്നത്. എന്നാലും ബന്ധങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ കുറച്ച് സ്പ്രേ ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉള്ള സ്പ്രേ ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ ആ സ്പ്രേ ഇങ്ങനെ അടിച്ച് അക്ഷരത്തിലൊക്കെ സ്പ്രേ അടിച്ചിട്ട് നിങ്ങളിങ്ങനെ ഇറുക്കി പിടിച്ചെന്ന് വിചാരിക്കുക. സ്പ്രേ അടിച്ചിട്ട് നന്നായിട്ട് ഇറുക്കി പിടിച്ചിട്ട് അപ്പോൾ വീട്ടിലേക്കോ നിങ്ങളറിയുന്ന ഒരാൾ വന്നപ്പോൾ അവർക്ക് സ്മെല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഇറുക്കി പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചോട്ടെ, അവർക്ക് ആ സ്മെല്ല് കിട്ടോ ഇല്ലയോ? കിട്ടും. നിങ്ങൾ എത്ര ഇറുക്കി പിടിച്ചാലും ആ സ്മെല്ല് അവർക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മളിൽ കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞാലുണ്ടല്ലോ, അത് തനിയെ പുറത്തോട്ട് ഒഴുകിക്കോളും. നമ്മളതിന് വലിയ സഹോദരങ്ങളെ സ്നേഹിക്കേണ്ട വിഷയം പറയേണ്ടത് പോലുമല്ല. കാരണം ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാത്മാവിന് സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റും. കാരണം അവനിലും ചലിക്കുന്നത് അതേ ദൈവത്തിൻ്റെ ആത്മാവാണ്. സ്വർഗം നമ്മൾ നോക്കുമ്പോഴല്ലോ, നമ്മുടെ ശരീരത്തിലേക്കല്ല കർത്താവ് നോക്കുന്നത്, ശരീരത്തിൻ്റെ കളറോ നിറവോ ഒന്നും അല്ല കർത്താവ് നോക്കുന്നത്. യാക്കോബ് ശ്ലീഹ പറയുന്നത് എന്നാണെന്നറിയോ? അവൻ്റെ ആത്മാവിനെ കർത്താവ് അസൂയയോടെ അഭിലഷിക്കുന്നു. വചനം പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിൻ്റെ മുടിയുടെ നീളവും പല്ലിൻ്റെ നിറവും ശരീരത്തിൻ്റെ നിറവും ശരീരത്തിൻ്റെ സൈസും കോലവും ഇതൊന്നും അല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് വചനം പറയുന്നത് ഒരുവന്റെ ആത്മാവിനെ കർത്താവ് അസൂയയോടെ അഭിലഷിക്കുന്നു. കണ്ടോ? ഇപ്പൊ കർത്താവ് നോക്കുമ്പോൾ കർത്താവ് ഒരുവന്റെ ആത്മാവിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ആത്മാവിലുണ്ടാകുന്ന എൻ്റെ ആത്മാവിൽ ആ ദൈവസ്നേഹത്തിന് അനുഭവം ഉണ്ടാകുമ്പോൾ എൻ്റെ നോട്ടവും കർത്താവിൻ്റെ നോട്ടം പോലെയാകും. എൻ്റെ കണ്ണുകൾ കർത്താവിൻ്റെ കണ്ണുകൾ പോലെയാകും. കർത്താവ് എങ്ങനെ ഒരുവനെ നോക്കുന്നുവോ, കർത്താവ് എങ്ങനെ ഒരുവളെ നോക്കുന്നുവോ, അതുപോലെ എൻ്റെ കണ്ണുകൾ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഒരുവനെ കാണുമ്പോൾ ഞാൻ അവനെ കാണുന്നത് അവൻ്റെ ആത്മാവിലേക്കാണ് ഞാൻ നോക്കുന്നത്. അവൻ്റെ ശരീരത്തിൻ്റെ കളറോ
ശരീരത്തിന്റെ ആകാര ഭംഗിയോ വടിവോ ഇതൊന്നും അല്ല എൻ്റെ വിഷയം. അവന്റെ ആത്മാവിന്റെ അവസ്ഥയാണ് എൻ്റെ വിഷയം. കാരണം കർത്താവിന്റെ കണ്ണുകളാണ് ഇപ്പോൾ എൻ്റെ കണ്ണുകൾ. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ഈ ആത്മാവ് നിറഞ്ഞപ്പോ അഗസ്റ്റിൻ ഇന്നലകളിൽ പാപം ചെയ്ത്, അല്ലെ, നമുക്കറിയാം അഗസ്റ്റിന് പാപം ചെയ്ത് പാപത്തിൽ ഒരു കുഞ്ഞുണ്ടായിട്ട് ജീവിച്ചവനാണ് അഗസ്റ്റിൻ. അത്രമാത്രം ജഡികതയിൽ പാപത്തിൽ ജീവിച്ചിരുന്നവനാണ് അഗസ്റ്റിൻ. അപ്പൊ അവനെ ഇന്നലകളിൽ പാപത്തിന് നിർബന്ധിച്ചവള് വീണ്ടും പാപത്തിന് നിർബന്ധിക്കാൻ അഗസ്റ്റിൻ്റെ അടുത്ത് വന്നപ്പോ അഗസ്റ്റിൻ പറഞ്ഞെന്നാണെന്നറിയാവോ? എനിക്ക് നിന്റെ ശരീരത്തെ കാണാൻ പറ്റുന്നില്ല, മറിച്ച് നിന്റെ ആത്മാവിലേക്കാണ് എൻ്റെ കണ്ണുകൾ പോകുന്നത്. പാപത്തിൽ ഉടക്കി കിടക്കുന്ന മോളെ, നിനക്ക് രക്ഷപ്പെടണ്ടേ, നിന്റെ ആത്മാവിന് രക്ഷപ്പെടണ്ടേ. അതുവരെ അവളുടെ ശരീരത്തിലേക്ക് നോക്കി ശരീരത്തിൽ പാപത്തിന്റെ സുഖം മാത്രം കണ്ടുകൊണ്ടിരുന്ന അഗസ്റ്റിന്റെ കണ്ണുകൾ ആത്മാവിൽ നിറഞ്ഞപ്പോൾ രൂപപ്പെട്ടിട്ട് കർത്താവിന്റെ കണ്ണുകളായി അഗസ്റ്റിന്റെ കണ്ണുകൾ മാറി. ഇന്നലകളിൽ തന്നെ പാപത്തിന് നിർബന്ധിച്ച സ്ത്രീയെ കണ്ടിട്ട് പറഞ്ഞു, മോളെ, നിന്റെ ആത്മാവ് രക്ഷപ്പെടണ്ടേ, പാപഭംഗിലമായ ഈ പാപഭംഗിലമായ ആത്മാവിന് രക്ഷ വേണ്ടേ എന്ന് ചോദിക്കാൻ തക്കവിധം അവന്റെ കണ്ണുകൾ രൂപപ്പെട്ടത് അവനിൽ ദൈവത്തിന്റെ ആത്മാവ് ആ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ. എത്ര വർഷമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? 25, 30, 50, 60, 70, 80 വയസ്സൊക്കെ ഉള്ളവരാരെങ്കിലും എടുത്തുണ്ടോ? 80 ഉള്ളവർക്കൊന്ന് കൈ ഉയർത്തി. 80 ആയ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. 70 ആയ ആരെങ്കിലും ഉണ്ട്? 70 70 ആയവരുണ്ട് അല്ലേ? അമ്മച്ചൊക്കെയുണ്ട്. ചട്ടമുണ്ടൊക്കെ എടുത്തിരിക്കുന്ന വളരെ വിരള ആൾക്കാരെ പോയി കാലഘട്ടത്തിൽ കാണാൻ പറ്റുള്ളൂ, അല്ലേ? 70 ഏറിയാൽ, സങ്കീർത്തകൻ പറയുന്നത് അങ്ങനെ, ഏറിയാൽ 80. 10, 60, 70, 80 വർഷക്കാലം നമ്മൾ ജീവിച്ചു. ആരോടത്ത് ഒരു പേഴ്സണലായിട്ടൊരു ചോദ്യമല്ല, ആത്മാവിൽ ഏറ്റെടുത്താൽ മതി. നമ്മൾ ഇത്രയും നാൾ ജീവിച്ചിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചതിൻ്റെ, അധ്വാനിച്ചതിൻ്റെ, കഷ്ടപ്പാടിൻ്റെ കണക്കുകൾ പറയാനുണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും. മക്കളെ സ്നേഹിച്ചതിൻ്റെ, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചതിൻ്റെ, കഷ്ടപ്പെട്ടതിൻ്റെ ഒക്കെ ഭാരവും വേദനയും ഒരുപക്ഷെ ഉണങ്ങാത്ത മുറിവും എന്ന് മനസ്സിലുണ്ടാകും. അത്രയും സ്നേഹിച്ചിട്ട് അച്ഛാ അവർ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന എത്രയോ മാതാപിതാക്കളെ കണ്ടിട്ടുണ്ടെന്നറിയാവോ? എത്ര മാതാപിതാക്കളെ 4 ആൺമക്കളെ വളർത്തി വലുതാക്കി, അവർക്ക് വേണ്ടി ചോര നീരാക്കി. ഭർത്താവ് മരിച്ചു പോയിട്ട് അമ്മ പാടത്ത് പറമ്പിലൊക്കെ കിടന്ന് ഈ കൊയ്ത്തിനൊക്കെ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാനില്ലാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ തോർത്ത് നന്നായിട്ട് വലിച്ചങ്ങോട്ട് മുറുക്കും. എന്തിനാണെന്നറിയാവോ? വിശക്കാതിരിക്കാൻ വേണ്ടി വയറ് ടൈറ്റ് ചെയ്ത് നിർത്തും. എന്നിട്ട് വൈകിട്ട് കയറി വന്നിട്ടാണ് എന്തെങ്കിലും കിട്ടുന്നത്. അവിടെ നെയ്ത്തിന് ഇങ്ങനെ മെതിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും, അതോ കൊണ്ടുവന്നിട്ടാണ് പിന്നെ വൈകിട്ട് വല്ലതൊക്കെ കഴിക്കുന്നത്. ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി 4 മക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവസാനം 4 മക്കൾ ലൈഫിൽ സെറ്റിലായി. മക്കളൊക്കെ വിദേശത്തൊക്കെ പോയി ജീവിതം സെറ്റിലായി. അവസാനം ഈ 4 പേർക്ക് അമ്മയെ വേണ്ട. അമ്മയെ നോക്കുന്ന കാര്യത്തിൽ മക്കൾ തമ്മിൽ ഭയങ്കര പ്രശ്നമായി. അവസാനം അവർ തമ്മിൽ ഒരു ഡിസിഷൻ എടുത്തു. 4 ആൺമക്കളും കൂടി ഡിസിഷൻ എടുത്തു, 1 മാസം അമ്മ എൻ്റെ കൂടെ നിൽക്കട്ടെ, അടുത്ത മാസം അടുത്ത ചേട്ടൻ കൊണ്ടുപോയിക്കൊള്ളാം. അത് കഴിയുമ്പോൾ ആ മാസം തീരുമ്പോൾ അവർ കൊണ്ടുപോയി അടുത്ത വീട്ടിൽ കൊണ്ടുപോയിടും. അത് കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ കൊണ്ട് 4 മാസം കഴിയുമ്പോൾ അമ്മ വീണ്ടും അവിടെ നിന്ന് കൊണ്ടുവന്ന് ചാക്കുകെട്ട് കൊണ്ടുവന്നിടുന്ന പോലെ ആദ്യത്തെ വീട്ടിൽ കൊണ്ടുവന്നിടും. ഇങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു. 1 മാസം 30 ദിവസം ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ് ഒരു ദിവസം അമ്മ പ്രായമായതല്ലേ, അമ്മ ഒരു മകൻ്റെ വീട്ടിൽ വെച്ച് ടോയ്ലറ്റിലൊന്ന് വീണു കഴിഞ്ഞ് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലിനൊക്കെ പൊട്ടലുണ്ട്, ഓപ്പറേഷനൊക്കെ വേണം. 1.5 ലക്ഷം രൂപയുടെ ഓപ്പറേഷനൊക്കെ നടത്തേണ്ടി വന്നു. ഇവർക്കെല്ലാം കാശുണ്ട്, സമ്പത്തുണ്ട്, ആവശ്യത്തിനുള്ള അല്ലേ, എല്ലാം നല്ല. കാരണം മക്കളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി രക്ഷപ്പെട്ടാണ് മക്കളൊക്കെ. അപ്പോൾ അങ്ങനെ ഈ 31-ാം തീയതിയാണ്, അതാണ് പ്രശ്നം വരും. 31-ാം തീയതിയാണ് അമ്മ വീണത്. ഹോസ്പിറ്റൽ 1-ാം തീയതി മുതലാണ് ചെലവ്. പ്രശ്നം ഗുരുതരായില്ലേ? മറ്റോ പറയും, ഞാൻ അമ്മയുടെ കാര്യം നോക്കില്ല, ചെലവൊന്നും ഞാൻ എടുക്കില്ല. കാരണം എന്താ? അമ്മ വീണത് നിന്റെ വീട്ടിൽ വെച്ചാ. ആരുടെ വീട്ടിൽ വെച്ച്? ശരിയല്ലേ? നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയോ. വീണത് ആരുടെ വീട്ടിൽ വെച്ചാ? വീണത് ഇളയ മകന്റെ വീട്ടിൽ വെച്ച. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്വാഭാവികമായിട്ട് അമ്മ മൂത്ത മകന്റെ വീട്ടിൽ വരേണ്ടതാണ്. കാരണം 1-ാം തീയതിയായി. അപ്പം അമ്മ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചിലവ് അവിടെ ഒരാഴ്ച മിച്ചം കിടക്കേണ്ട വന്നു. പിന്നെ അവിടെ നിന്ന് വീട്ടിൽ വന്ന് പിന്നെ ഈ മകന്റെ വീട്ടിൽ കിടക്കണം. പിന്നെ ഇവർ ബൈസ്റ്റാൻഡറെ നിർത്തണം, ആരെങ്കിലും നോക്കാനായിട്ട് അമ്മയെ നിർത്തണം. അവൻ പറഞ്ഞു, എനിക്ക് അമ്മയെ നോക്കാനും അമ്മയെ ശുശ്രൂഷിക്കാനൊന്നും എനിക്ക് പറ്റുമെന്നില്ല. കാരണം നിന്റെ വീട്ടിൽ വെച്ച അമ്മ വീണത്, അമ്മയുടെ മെഡിക്കേഷൻ മുഴുവനും നീ നോക്കിക്കൊള്ളണം. പൂക്കുറ്റിയടി, മക്കൾ തമ്മിൽ പൂക്കുറ്റിയടി. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നേക്കാം. അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛാ
ഇവിടെ വൃദ്ധസദനം ഉണ്ടല്ലോ, കാരിസ്മയിൽ വൃദ്ധസദനമുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറയാം. ഇങ്ങനെയുള്ള അമ്മമാരൊക്കെ വിഷമിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ കാരിസ് ഭവനിൽ നിങ്ങൾക്ക് അന്തി ഉറങ്ങാനൊരു ഇടമുണ്ടെന്ന് സന്തോഷത്തോടെ നിങ്ങൾ ഏറ്റെടുത്തു. എല്ലാവരും ഉപേക്ഷിച്ചാൽ നിങ്ങൾ ആരും പേടിക്കണ്ട, ഞങ്ങൾ അച്ഛന്മാരുണ്ട്. കാരിസ് ഭവനിൽ ഒരു ഭവനമുണ്ട്. വികാരിച്ചൻ്റെ ലെറ്റർ വേണം നിങ്ങളെല്ലാവരും ഉപേക്ഷിച്ചെന്ന് കേട്ടോ, എന്നാലേ കൊണ്ടുപോകുള്ളൂ. വീട്ടിൽ നിങ്ങൾ അടിയുണ്ടാക്കി അപ്പൻ്റെ മക്കളുടെ കർണക്കുറ്റിക്കിട്ട് അടിച്ചിട്ട് കാരിസ് ഭവനിൽ സ്ഥലമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ്, അങ്ങനെയല്ല. വികാരിച്ചൻ എഴുതി തരണം, അച്ഛാ കൊണ്ടുപോകോ, കുഴപ്പമില്ല, അച്ഛാ ആരും നോക്കുന്നില്ല, ആർക്കും വേണ്ടാതെ കിടക്കുക, അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ കാരിസ് ഭവനിൽ എടുക്കും. അവിടെ അമ്മിച്ച് വന്ന് എന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്നെ അവിടെ വല്ലയിടത്തും ഇവിടെ വല്ലയിടത്തും കിടത്തോ, എല്ലാ ദിവസവും കുർബാനയുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ, സമാധാനത്തിൽ മരിക്കാലോ. 4 മക്കളെ വളർത്തിയ അച്ഛാ, 4 മക്കളെ വളർത്തിയതാ. അച്ഛനറിയാവോ, കൈയൊക്കെ കാണിച്ചു തരുമ്പോൾ ആ പ്രായത്തിലും ഈ അമ്മയുടെ കയ്യിലൊക്കെ തയമ്പ, അത്രയും പ്രായത്തിലും. സാധാരണ പുരുഷന്മാരുടെ കയ്യിലാണ് അത്രയും തയമ്പ് കാണുന്നത്. പക്ഷേ ഈ അമ്മയുടെ അരിവാള് പിടിച്ചതിൻ്റെ ഒക്കെ ആ തയമ്പൊക്കെ ഇപ്പോഴും കയ്യിൽ കിടപ്പുണ്ട്. ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ അറിയാം, കുറേ പാടും മുറിവും ഇങ്ങനെയൊക്കെ. നമ്മളിപ്പോൾ ഈ കായൊക്കെ കണ്ടിക്കുന്നത്, നമ്മളെ കായൊക്കെ കണ്ടിച്ച് കഴിയുമ്പോൾ കയ്യിലൊക്കെ ഒരു കറുത്ത പാടൊക്കെ വരികയല്ലേ, നിങ്ങൾ വിചാരിക്കുക കായൊക്കെ അത് തന്നെ, പച്ചക്കായ കറയൊക്കെ ഉള്ളതുകൊണ്ട് എന്ന് പറയുന്ന പോലെ അമ്മച്ചിയുടെ കൈ ഇരിക്കുന്നത്. ചോദിച്ചു, എൻ്റെ അച്ഛ എൻ്റെ കൈ ഉണ്ടോ, ഇതൊക്കെ ഈ 4 മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചതാ, ഒരായുസ്സും മുഴുവനും. അച്ഛനറിയാവോ, എൻ്റെ ഒരു ആയുസ് മുഴുവനും ഞാൻ അധ്വാനിച്ച എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ആർക്കും വേണ്ടച്ച, ആർക്കും വേണ്ടച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുള്ളിക്കാരത്തിൽ നിൽക്കുന്നത്. ഈ ഒറ്റ പ്രശ്നത്തിൻ്റെ പേരിൽ സഹോദരങ്ങൾ, മക്കൾ തമ്മിൽ അടിയാച്ച, എന്നെ നോക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട്, ഞാൻ അതിൻ്റെ എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞ് ഇന്നും അടി തീർന്നിട്ടില്ല അച്ഛ. അതുകൊണ്ട് എനിക്ക് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് കേട്ടച്ച മടുത്തച്ച, മരുന്നും ഇതൊന്നും എനിക്ക് വേണ്ട, സമാധാനത്തിലൊന്നും മരിച്ചാൽ മതി എന്ന്. ഒരായുസ് മുഴുവനെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി 4 എണ്ണത്തിനെ വളർത്തിയിട്ട് അവസാനം അമ്മയുടെ അവസ്ഥയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവിടെ. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പെട്ടെന്ന് കയറ്റി കിടത്താൻ പറ്റില്ല, മക്കളെ അറിയണം, ഒന്ന് അവരെഴുതി തരണം, ഞങ്ങൾ നോക്കിയാലെന്ന്. പിന്നെ ഓക്കെ, പിന്നെ ഇവർ അവകാശം പറയാൻ വരരുതല്ലോ, നോക്കിയാലേ, നമുക്ക് കാശൊന്നും വേണ്ട, 1 രൂപ വേണ്ട, നമ്മളെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്നു. ഇവരുടെ മെഡിക്കേഷൻ, ഇവരുടെ ഫുഡ്, ഇവരുടെ എല്ലാം നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കും. പക്ഷേ പിന്നീട് ഇതിൻ്റെ പേരിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെഴുതി തരണം. പിന്നെ വികാരിയച്ഛൻ്റെ നമുക്കൊരു ലെറ്ററും കൂടി വേണം. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. അമ്മച്ചി അങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല, ആര് നോക്കിയെന്ന് എനിക്കറിയത്തില്ല. കാരിസ്വല് പിന്നെ വന്നില്ല. പിന്നെ അമ്മച്ചിയെ കാണില്ല. അമ്മച്ചി പറഞ്ഞൊരു കാര്യം, 4 മക്കളെ ഞാൻ വളർത്തിയത് അച്ഛാ, ഒരായുസ്സും മുഴുവനും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് അവസാനം തൻ്റെ അന്ത്യകാലത്തോടടുത്തപ്പോൾ ഒരു ജീവിതം, ഒരായുസ് മുഴുവനും വെറുതെ പാഴായി പോയല്ലോ എന്നുള്ള ചങ്കിലൊരു വേദനയുണ്ടല്ലോ, ഒരു ഭാരമുണ്ടല്ലോ. ഇത് വല്ലാത്തൊരു ഭാരമാണ്. നിങ്ങൾ ഈ ഓട്ട മത്സരത്തിനൊക്കെ പോകുമ്പോൾ അറിയാം, ഓട്ട മത്സരത്തിനൊക്കെ നല്ല സ്പീഡിൽ ചിലവരെ കൂടും, നല്ല സ്പീഡിൽ, എല്ലാവരെക്കാളും വെട്ടിച്ച് സ്പീഡിൽ ഓടും. പക്ഷേ ഇടയ്ക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു കാല് മാറി അപ്പുറത്തെ ട്രാക്കി വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓട്ടത്തിന് അങ്ങ് അറ്റത്തെത്തുമ്പോൾ അവരിങ്ങനെ ഒരു കാര്യം എഴുതി തരും, ഡിസ്ക്വാളിഫൈഡ്. എന്നിട്ട് ഇവന് പുറകെ വന്നവരായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ആകുന്നത്. കാരണം ട്രാക്ക് മാറിയാ പോയെ, ഇടയ്ക്ക് എവിടെയോ ട്രാക്ക് മാറിപ്പോയി, അപ്പോഴത് ഡിസ്ക്വാളിഫൈഡ് ആയി എന്ന് പറയുന്ന പോലെ. നന്നായിട്ട് ഓതി, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി അധ്വാനിച്ചു, കുടുംബത്തിനും മക്കൾക്കും ഈ ലോകത്തിലൊക്കെ ഒത്തിരി സഹിച്ചു, ഒത്തിരി വേദനിച്ചു, ഒരു ആയുസ്സിൽ സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ഈ ലോകത്തിൽ സഹിച്ചു. എന്നിട്ടും അന്ത്യത്തോടടുക്കുമ്പോൾ ഇതെല്ലാം വെറുതെയായി പോയി എന്നുള്ളൊരു ചിന്ത ഒരുവൻ്റെ ആത്മാവിൽ വന്നാൽ എന്തൊരു ഭാരമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി എന്നൊരു തോന്നൽ വന്നാലോ. ഹല്ലേലൂയ, ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനൊരു തോന്നൽ ഒരിക്കലും ഒരു ആത്മാവിൽ വരില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം ജീവനെ വീണ്ടെടുക്കാൻ വേണ്ടി, എനിക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ ഇഞ്ചിഞ്ചായി 3 ആണികളിൽ പിടഞ്ഞു മരിച്ച് അവസാനത്തുള്ള രക്തവും എൻ്റെ വീണ്ടെടുപ്പിനായി ചിന്തിയ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ഈ ആയുസ്സിൽ, ഏക ആയുസ്സിൽ അല്പമെങ്കിലും ഞാൻ അവന് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല, ഒരിക്കലും അതേ പ്രതി ചങ്കുപൊട്ടി കരയേണ്ട ദിനങ്ങൾ ജീവിതത്തിലുണ്ടാകില്ല. ആകെ അവശേഷിക്കുന്നത്, അല്പ സന്തോഷത്തിന് അവശേഷിക്കുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, വായിക്കേ പറ, എന്ത് ചെയ്യണം? തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന് പറഞ്ഞാൽ, യേശു മരിച്ചത് ഞാൻ അവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ പറഞ്ഞ്, ഈശോ മരിച്ചത് പറ, നീ അവന് വേണ്ടി ജീവിക്കേണ്ടതിനാണെന്ന് പറഞ്ഞേ.
എൻ്റെ മുഖത്ത് നോക്കി പറയാനല്ല പറഞ്ഞത്, നിങ്ങളുടെ അടുത്തിരിക്കുന്നു ആത്മാവിലേക്ക് നോക്കിയിട്ട് പറ. മുഖത്തേക്ക് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ ആത്മാവിലേക്ക്, അവൻ്റെ അകക്കണ്ണിലേക്ക് നോക്കിയിട്ട് പറ, ഈശോ മരിച്ചത് നീ അവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. മനസ്സിലായെന്ന് ചോദിച്ചേ. എന്നിട്ട് ഇത്രയും നാൾ ജീവിച്ചിട്ട് കർത്താവിന് വേണ്ടിയിട്ട് എന്നതാ ചെയ്തേ? പറ. ഈശോയ്ക്ക് വേണ്ടി എന്നാ ചെയ്തേ? ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതിൻ്റെ എന്നതാ അവശേഷിക്കുന്നത് ബാക്കിയുള്ള? നമ്മൾ വെറുതെ ഒന്ന് ആത്മശോധന. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ അവസാനത്തുള്ള രക്തവും ചിന്തി എനിക്ക് വേണ്ടി മരിച്ചിട്ട് ഈശോ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത് നീ എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കാനാ. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഏറ്റവും അർത്ഥം തരുന്ന, ഏറ്റവും അർത്ഥം സമ്മാനിക്കുന്ന വിഷയമാണ് മക്കളെ, നമുക്ക് ജീവിതത്തിന് അർത്ഥം നൽകിയവന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. അതിനപ്പുറം വേറൊന്നുമില്ല. കാരണം ലോകം കടന്നു പോകേണ്ടതാണ്, ഇതെല്ലാം കടന്നു പോകും. ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പേ നമ്മുടെ മക്കൾ കടന്നു പോകും. ആർക്കു വേണ്ടി ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചുവോ, ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മുടെ മക്കൾ നമുക്ക് മുമ്പേ പോകും. ഞാൻ എൻ്റെ ആയുസ്സിൽ ജീവിച്ചത് മുഴുവൻ ഈ മക്കൾക്ക് വേണ്ടിയാ, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നപ്പോൾ തന്നെ എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. അപ്പോ ചോദിക്കാൻ തുടങ്ങും, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? അപ്പൊ അവർ പറയാൻ തുടങ്ങും, എൻ്റെ അച്ഛാ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എൻ്റെ മക്കൾ മരിച്ചു, എൻ്റെ മക്കൾ ഇട്ടിട്ട് പോയി, എൻ്റെ ജീവിത പങ്കാളി ഇട്ടിട്ട് പോയി, ഇനിയിപ്പോ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന്. കാരണം എന്താ? ഇത്രയും നാളും ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ചിന്ത മനസ്സിൽ വരുന്നത്. എൻ്റെ കർത്താവിന് വേണ്ടി അല്പമെങ്കിലും ജീവിക്കാൻ ഇന്നലകളിൽ തീരുമാനമെടുത്തെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്റെ ദുരനുഭവത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞാനെ, ഞാൻ ഇപ്പോഴും തളരില്ല അച്ഛാ, ഞാൻ തകരില്ല. കാരണം എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചവനാണ്, അവന് വേണ്ടി അവസാനം വരെ ഞാൻ ജീവിക്കുമെന്ന് പറയാൻ ഒരു ചങ്കുറപ്പ് ഒരുവന്റെ ആത്മാവിൽ കിട്ടും. ഹല്ലേലൂയ. അവൻ നിരാശപ്പെടേണ്ടി വരില്ല. മക്കൾ നഷ്ടപ്പെട്ടാലും, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടാലും, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാലും, ആരെല്ലാം ജീവിതത്തിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെട്ടാലും, സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ, എന്തെല്ലാം ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമുണ്ടല്ലോ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എൻ്റെ കർത്താവ് സ്വന്തം മരണത്തിലൂടെ എന്നെ വീണ്ടെടുത്ത് നിത്യജീവനായി സ്വന്തമാക്കി എന്നുള്ള തിരിച്ചറിവ് കിട്ടിയാലുണ്ടല്ലോ, പിന്നെ ഒരു വിഷമവും ഇല്ല, പിന്നെ ഒരു പരാതിയില്ല, പിന്നെ ഒരു പരിഭവവും ഇല്ല. കാരണം എനിക്ക് ജീവിക്കാൻ ഒരു കാരണം ഇനിയും അവശേഷിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ഇതാ ഞാനിന്നും ജീവിച്ചിരിക്കുന്നു. അതാണ് കാരണം, അത്രയുള്ള കാരണം. എനിക്കിന്ന് ജീവിക്കാനുള്ള കാരണവും ജീവിക്കാനുള്ള പ്രേരണയും ജീവിക്കാനുള്ള ശക്തിയും എനിക്ക് വേണ്ടി മരിച്ചവനും എന്നെ മരണത്തോളം സ്നേഹിച്ചൊരുവനുണ്ട് എന്നുള്ളത് തന്നെയാ, വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഞാൻ ഈ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് പ്രതിഫലം തരുന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ കാരിസ്മാൻ എന്തെങ്കിലും പ്രതിഫലം തരുമെന്ന് വിചാരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ പ്രതിഫലമല്ലേ മക്കളെ തരാൻ പറ്റൂ. അതിനേക്കാൾ ഉന്നതമായ സ്വർഗത്തിന്റെ പ്രതിഫലം തരുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് ആ ദൈവത്തിന് വേണ്ടി, ആ ദൈവരാജ്യത്തിന് വേണ്ടി ഈ പകരം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തന. പ്രതിഫലം തരുമെന്ന് പറഞ്ഞാൽ അവൻ പ്രതിഫലം തന്നിരിക്കും. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കുറപ്പാണ്, ഞാൻ ഈ ചെയ്യുന്ന ശുശ്രൂഷയുണ്ടല്ലോ, ഞാൻ എടുക്കുന്ന ഈ സഹനമുണ്ടല്ലോ, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ ആ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനങ്ങളും ഓട്ടവും സമർപ്പണവും ഒരായുസിന്റെ അല്ലേ, ഒരായുസ് കർത്താവിന് വേണ്ടി കൊടുത്തേക്കുമല്ലേ. ഇതൊന്നും നഷ്ടമായി പോയെന്ന് എനിക്കൊരു ചിന്തയില്ല. ചിലരൊക്കെ സമർപ്പണ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ 8, 10, 15, 20, 30, 40 വർഷക്കാലം ജീവിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛാ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ സിസ്റ്റേഴ്സിനെ, അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ ധ്യാനിപ്പിക്കുന്ന ചില ഇടങ്ങളിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടുമുട്ടിയിട്ടുണ്ട്. വേണ്ടായിരുന്നു അച്ഛോ. ഈ ചിന്ത എങ്ങനെ മനസ്സിൽ വരുന്നേ? എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ആർക്കു വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചുവോ അവന് വേണ്ടി ജീവിക്കേണ്ടതുപോലെ ഇന്ന് വരെ ജീവിക്കാൻ ആരംഭിച്ചിട്ടില്ല. എൻ്റെ കർത്താവ് തരുന്ന പ്രതിഫലത്തിലേക്ക് മാത്രം ഉറ്റുനോക്കുന്നവനെ ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അവന് മാത്രമേ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകനായിട്ട് മാറാൻ പറ്റൂ. ദൈവത്തെ പ്രീതിപ്പെടുത്തുക.
മനുഷ്യന്റെ പ്രീതി നോക്കണ്ട, മനുഷ്യന്റെ കയ്യടി നോക്കണ്ട, മനുഷ്യന്റെ പാരിതോഷികം നോക്കണ്ട, മനുഷ്യന്റെ നല്ല വാക്ക് നോക്കണ്ട. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം നമ്മുടെ നിത്യതയാണ്. നമ്മുടെ വിഷയം നമ്മളെ സ്നേഹിച്ചൊരു കർത്താവുണ്ടെന്നുള്ളതാണ്. നമ്മുടെ വിഷയം നമുക്ക് വേണ്ടി മരിച്ച് മരണത്തോളം നമ്മെ സ്നേഹിച്ച ഒരു ദൈവമുണ്ടെന്നുള്ളതാണ്. എനിക്ക് ജീവിക്കാനുള്ള പ്രേരണയും എൻ്റെ ജീവിതത്തിന്റെ ഏക വിഷയവും. അതിനപ്പുറത്തേക്ക് വേറൊരു വിഷയം പ്രഘോഷിക്കാനില്ല, വേറൊരു വിഷയം പറയാനില്ല. പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ പ്രഘോഷിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഹല്ലേലൂയ. ശ്രമത്തിൽ പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാകില്ലായിരുന്നു. ഞാൻ മനുഷ്യരുടെ പ്രീതി മാത്രം അന്വേഷിച്ചാണ് ഇന്ന് വരെ ജീവിച്ചിരുന്നതെങ്കിൽ, മനുഷ്യന്റെ കയ്യടി, മനുഷ്യന്റെ നല്ല വാക്ക്, മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മനുഷ്യന്റെ ആ ഒരു സ്നേഹം, സാന്നിധ്യം, ഇതിനായിരുന്നു ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വരെ ദൈവത്തിന്റെ ശുശ്രൂഷകനാകില്ലായിരുന്നു. മറിച്ച് ദൈവത്തിന്റെ പ്രീതി മാത്രം ഇന്നും ഇക്കാലം അത്രയും അന്വേഷിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ദൈവത്തിന്റെ ദാസനായി മാറി. ഹല്ലേലൂയ. അങ്ങനെ തന്നെ പൗലോസിലേക്ക് മരിക്കാനും പറ്റി, ദൈവത്തിന്റെ ദാസനായി തന്നെ മരിക്കാനും പറ്റി. എന്തൊരു സംതൃപ്തിയോടുകൂടിയ പൗലോസിലേക്ക് മരിക്കുന്നതെന്നറിയാം. എന്തൊരു ആത്മധൈര്യത്തോടു കൂടി തന്നെ പൗലോസിലേക്ക് മരിക്കുന്നത്. അതുകൊണ്ടല്ലേ റോമ 8:35 പൗലോസിൽ ചോദിക്കുന്നില്ലേ, ആർക്കെന്നെ ഈ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റും? പറ. പൗലോസ്, നിങ്ങൾക്ക് ആർക്ക് എന്നെ ഈ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റും? ആർക്ക് ഈ സ്നേഹത്തിൽ പൗലോസിനെ ചങ്കുറ്റത്തോട് ചോദിക്കുക. എന്നിട്ട് പറഞ്ഞ, ക്ലേശം വന്നോട്ടെ, പട്ടിണിയാ, നഗ്നതയാ, ആപത്ത, വാള, എന്തും വന്നോട്ടെ, ആർക്ക് എന്നെ ഈ സ്നേഹത്തിൽ നിന്നും, എന്നെ ചങ്കു തുറന്ന് സ്നേഹിച്ച ഈ സ്നേഹത്തിൽ നിന്നും ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും? ഒരു ലോകം വിതയ്ക്കുന്ന ഒരു സങ്കടത്തിനും, ഒരു ക്ലേശത്തിനും, ഒരു ദാരിദ്ര്യത്തിനും, ഒരു പട്ടിണിക്കും ഈ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:21 പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം. എങ്ങനെയാണ് പൗലോസിലേക്ക് മരണം നേട്ടമായത്? അതിന് കാരണം ജീവിതം ക്രിസ്തുവായിരുന്നത് കൊണ്ടാണ്. പൗലോസ് പറയണേ, എനിക്ക് ജീവിതം ക്രിസ്തു, therefore എനിക്ക് മരണം നേട്ടം. കണ്ടോ? ഇപ്പൊ മരണം നേട്ടമാകുന്നത് ജീവിതം ക്രിസ്തുവാകുന്നവനാണ്. അല്ലാത്തവന് മരണം ഭയാനകമായ, ഭയപ്പെടുത്തുന്ന അവസ്ഥയാകുമ്പോൾ പൗലോസ് പറയും, എനിക്ക് എന്റെ മരണം നേട്ടമാണ്, കാരണം എനിക്ക് എന്റെ ജീവിതം ക്രിസ്തുവാണ്. ഈ പൗലോസ് ഫിലിപ്പി 1:29 പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാനുള്ള കൃപയും അവനെ പ്രതി സ്വർഗം എനിക്ക് തന്നിട്ടുണ്ട്. ചുമ്മാ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, വിശ്വാസിയാണെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി ഏതറ്റം വരെയും സഹിക്കാനുള്ള കൃപയും സ്വർഗം എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോ കർത്താവിന് വേണ്ടി സഹിക്കാനുള്ള കൃപയും എനിക്ക് തന്നിട്ടുണ്ടെന്ന് പൗലോസ് പറയുമ്പോൾ, മക്കളെ, ഈ പരിശുദ്ധാത്മാവാണ് സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി സഹിക്കാനുള്ള കൃപയും ബലവും ശക്തിയും നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് നിരന്തരം നമ്മൾ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ ധൈര്യപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ സഹന ശക്തി എനിക്ക് തരണമെന്നൊക്കെ പ്രാർത്ഥിക്കണം, അല്ലേ? ചിലർക്ക് കണ്ടിട്ടുണ്ട്, മക്കളെ, നമ്മൾ ചില വിഷയങ്ങളൊക്കെ ഒരായുസ് മുഴുവൻ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. ചിലപ്പോൾ ഭർത്താവിന്റെ മദ്യപാനം മാറാനാണ് ഒരു ഭാര്യ ആയുസ് മുഴുവൻ പ്രാർത്ഥിച്ചത്. എന്നിട്ട് വർഷങ്ങൾ 10, 20, 30 വർഷം പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റമില്ല. മകന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു മാറ്റമില്ല. പക്ഷേ ചിലപ്പോ ഈ 20, 30 വർഷത്തെ പ്രാർത്ഥനയ്ക്കപ്പുറം കർത്താവ് ഭർത്താവിന്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലെങ്കിലും നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. ആ ഭർത്താവിനെ സ്നേഹിക്കാനും ഭർത്താവിനെ ചേർത്ത് പിടിക്കാനും ആ കുറവുകളോടുകൂടി മനസ്സിലാക്കി ആ സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള സഹന ശക്തി, പരിശുദ്ധാത്മാവിലുള്ള സഹന ശക്തി കൊണ്ട് ഒരുപക്ഷെ ആത്മാവ് നിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ യേശുവിന് വേണ്ടി സഹിക്കാനുള്ള കരുത്താണ് നമുക്കുണ്ട്. പരിശുദ്ധാത്മാവ് തരുന്ന ഏറ്റവും വലിയ ബലം എന്നാണെന്നറിയോ? ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ, ഏതറ്റം വരെയും യേശുവിന് വേണ്ടി സഹിക്കാൻ. പിന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14:7 കൂടി ഒന്ന് വായിച്ച്, നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല. പിന്നെ നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ സഹോദരങ്ങളെ, നാം മരിച്ചാലും ജീവിച്ചാലും കർത്താവിന് സ്വന്തമത്രേ. നാം മരിച്ചാലും നാം ജീവിച്ചാലും കർത്താവിൻ്റെ സ്വന്തം. അതാണ് നമ്മുടെ ലൈഫ്.
ഞാൻ മരിച്ചാലും ഞാൻ ജീവിച്ചാലും എൻ്റെ കർത്താവിൻ്റെ സ്വന്തം. കാരണം എന്താ? അവൻ്റെ സ്വന്തമായി തീരാൻ വേണ്ടിയാണ് അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാണ് അവൻ രക്തം ചിന്തിയത്. നമ്മൾ അവൻ്റെ സ്വന്തമായി തീരാൻ, അവൻ്റെ സ്നേഹത്തിൽ ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ അവനോട് ഐക്യപ്പെടുമ്പോൾ നിത്യതയിലും നമ്മൾ അവനോട് ഐക്യപ്പെട്ട ജീവിതം നമുക്ക് കിട്ടും. ഈ ഭൂമിയിൽ യേശുവിനോട് ഐക്യപ്പെടാത്ത ഒരു ആത്മാവിന് നിത്യതയിൽ സ്വർഗത്തിൽ അവനോട് ഐക്യപ്പെട്ട ഒരു ജീവിതം കിട്ടില്ല. സഹനങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും ഒറ്റപ്പെടലുകളിലും തിരസ്കരണ അനുഭവങ്ങളിലും ജീവിതത്തിന്റെ തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലും എൻ്റെ കർത്താവിനോട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു ആത്മാവിൽ ഐക്യമില്ലാത്ത ആത്മാവിന് നിത്യതയിൽ അവനോട് ഐക്യപ്പെടാൻ പറ്റില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, അത്ര കൃത്യമായിട്ട് പറയുന്നത്, നമ്മൾ ആരും നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല, നമ്മിൽ ആരും നമുക്ക് വേണ്ടി മരിക്കുന്നില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ സഹോദരങ്ങളെ, നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് സ്വന്തമത്രേ. ഇനി 1 തെസ്സലോനിക്കർ 5:10 കൂടി ഒന്നെടുത്ത്, ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊത്ത് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അത്ര കൃത്യമായിട്ട് ഷാർപ്പാ നോക്കിക്കേ. ഉറക്കത്തിലും ഉണർവിലും എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊത്ത് ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. കണ്ടോ? ഇനി ഗലാത്യർ 2:21 കൂടി വായിച്ചേ. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, പിന്നെയോ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ദൈവമേ, പൗലോസിലേക്ക് ഇത് പറയാൻ പറ്റി. നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചില സമയത്തൊക്കെ അച്ഛാ കുഴപ്പമൊന്നുമില്ല അച്ഛാ, ചില സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, ചില സമയത്തൊക്കെ ശാന്തമാണ്, ചില സമയത്ത് എനിക്ക് തന്നെ അറിയത്തില്ല അച്ഛാ, ചില സമയത്ത് എൻ്റെ സ്വഭാവം ഉണ്ടല്ലോ എനിക്ക് തന്നെ തീരെ പിടിക്കണില്ലെന്നാണ് പറയുന്നത്. എനിക്ക് തന്നെ എൻ്റെ സ്വഭാവം ചില സമയത്ത് പിടിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അത്രയും വൃത്തികെട്ട സ്വഭാവം വെച്ചാന്ന് പറയുന്നത്. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനിയോ ബാക്കിയുണ്ടോ? എൻ്റെ ഇപ്പോഴത്തെ ഈ ഭൂമിയിലുള്ള ജീവിതം, എൻ്റെ ഇപ്പോഴത്തെ ഈ ഭൂമിയിലുള്ള ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടാണ്. കണ്ടു? എൻ്റെ ഈ ഭൂമിയിലുള്ള ഇനി ശേഷിക്കുന്ന എൻ്റെ ജീവിതം എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുമല്ല, മറിച്ച് എനിക്ക് വേണ്ടി മരിക്കുകയും സഹിക്കുകയും ചെയ്ത എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്ന് ജീവിക്കാൻ നോക്കിക്കേ. അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഭർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റും, ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കാൻ പറ്റും, മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റും. ഇവർക്കെല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് ഇവരെല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞാലും സ്റ്റിൽ നമുക്ക് കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ സ്നേഹിച്ചിട്ട് ആ സ്നേഹത്തിൽ നിന്നും ഭർത്താവിനെ സ്നേഹിച്ചു, ഭാര്യയെ സ്നേഹിച്ചു, മക്കളെ സ്നേഹിച്ച്, നാട്ടുകാരെ സ്നേഹിച്ച്, എല്ലാവരെയും സ്നേഹിച്ച്, എന്നിട്ട് ഈ സ്നേഹം മുഴുവനും തിരസ്കരിച്ച് നഷ്ടപ്പെട്ടു പോയി, പേടിക്കണ്ട, അപ്പോഴും നമ്മെ അന്ത്യത്തോളം മരണത്തോളം സ്നേഹിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ലോകാവസാനത്തോളം നമ്മുടെ കൂടെയായിരിക്കുമെന്ന് പറഞ്ഞ ദൈവമുണ്ടല്ലോ, വാക്കുമാറില്ല. കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ മക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളിലും ദൈവം നമ്മോട് പോലും ചോദിക്കാതെ ഇറങ്ങി പ്രവർത്തിക്കും. നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ, വരുമാന മാർഗങ്ങൾ, ജോലി, വിവാഹം, മക്കള്, ഭാവി, എല്ലാ വിഷയങ്ങളും കർത്താവ് എടുത്തോളും. കർത്താവിൻ്റെ കാര്യങ്ങളിൽ സുരക്ഷിത. കാരണം എന്താ? ഞാൻ കർത്താവിന് വേണ്ടിയാണ് നിൽക്കുന്നത്, അപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി നിന്നോളും. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കാൻ, അവന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി, വചനം പറയുന്ന പോലെ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങും. ഞാൻ ചുമ്മാ കർത്താവിന് വേണ്ടി മാത്രം ജീവിച്ചാൽ മതി, അവനോടുള്ള സ്നേഹത്തിൽ ജീവിച്ചാൽ. അപ്പോഴാണ് മക്കളെ നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ തകർച്ചകൾ, നമ്മുടെ ബാധ്യതകൾ, നമ്മൾ അനുഭവിക്കുന്ന അനുദിന ജീവിതത്തിൻ്റെ സ്ട്രഗിൾസുകൾ, ഒറ്റപ്പെടലുകൾ, ഇതെല്ലാം സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിട്ട് മാറാൻ തുടങ്ങും. എല്ലാ സാക്ഷ്യമാണ്, പിന്നെ എല്ലാ സാക്ഷ്യമാണ്. എൻ്റെ സഹന സാക്ഷ്യ ജീവിതമാണ്. ഹല്ലേലൂയ. ചാലക്കുടിയിൽ ധ്യാനത്തിന് പോയപ്പോൾ അവിടെ കണ്ടുമുട്ടിയ ഒരു സഹോദരൻ, കുഞ്ഞിന് 13 വയസ്സായി. ഈ 13 വയസ്സ് പ്രായത്തിൽ കഴിഞ്ഞ 13 വർഷമായിട്ട് കുഞ്ഞു ഓക്സിജൻ സപ്പോർട്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്സിജൻ സപ്പോർട്ടിൽ. ശരീരത്തിൽ മറ്റു പല രോഗങ്ങളെല്ലാം ഉണ്ട്, എഴുന്നേറ്റ് നടക്കൊന്നുമില്ല, കിടപ്പാണ്. ചെറിയ കുഞ്ഞ്, ശരീരത്തിനനുസരിച്ച്, ഈ പ്രായത്തിനനുസരിച്ച് വളർച്ചയൊന്നുമില്ല. ഈ കുഞ്ഞിനെ കഴിഞ്ഞ 13 വർഷമായിട്ട് ഓക്സിജൻ സപ്പോർട്ടിലാണ്. അതിൽ 10 വർഷത്തോളം കുഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടർ കൊടുത്ത് വീട്ടിൽ വിട്ടേക്കുക. കാരണം അത്
അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്നതിനപ്പുറമാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഇടാന്ന് പറഞ്ഞാൽ. പട്ടിണിയും ദാരിദ്ര്യത്തിൻ്റെ നടുവിലുണ്ടല്ലോ, അവർ ഈ കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നതിനാ പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷ വൈകിട്ട് 9 മണിക്കലത്തെ ശുശ്രൂഷ ഉണ്ടല്ലോ, 9 മണിക്ക് 10 മിനിറ്റ് മുമ്പേ ഞങ്ങൾ എല്ലാവരും ഇരിക്കും. 9 മണിക്ക് 10 മിനിറ്റ് മുമ്പേ ഞങ്ങൾ റെഡിയാണ്. ആ ശുശ്രൂഷകളിലൂടെ അച്ഛൻ പറഞ്ഞ ഓരോ വചനത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ധൈര്യം ഉണ്ടല്ലോ അച്ഛോ, ഇന്ന് എന്ത് സന്തോഷത്തോടെ, ഞങ്ങൾക്ക് ഇത്രയും സഹനങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും വേദനകളുണ്ട്. പുറമേ ഉള്ള ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവർ പറയും ഇതെന്താ ശാപം കിട്ടിയ വീടാണോന്നാ ഞങ്ങൾ നോക്കി പറയുന്നത്. പക്ഷേ ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ അച്ഛോ, ഈ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം ഉണ്ടല്ലോ അച്ഛോ. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈ കുഞ്ഞ് എന്തേലും തെറ്റ് ചെയ്യോ? ഇല്ല, ഈ കുഞ്ഞ് വിശുദ്ധയല്ലേ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വിശുദ്ധയാണ്. കാരണം അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ഈ കുഞ്ഞിന് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള മാനസിക വളർച്ചയോ ശാരീരിക വളർച്ചയോ ഒന്നുമില്ല. മുഴുവൻ സമയം ഓക്സിജൻ സിലിണ്ടറിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്യാൻ, എന്ത് പാപം ചെയ്യാനാ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കുഞ്ഞ് വിശുദ്ധയാണ്. അപ്പൊ ആ മാതാപിതാക്കൾ പറഞ്ഞു, അച്ഛാ ഒരു വിശുദ്ധയായ ഒരു കുഞ്ഞിന്റെ അപ്പനും അമ്മയും ആയിരിക്കുന്നതിനേക്കാളും വലിയ സന്തോഷം ഈ ലോകത്ത് മറ്റാർക്കാ ഉള്ളേ? ഒരു വിശുദ്ധയായ കുഞ്ഞിന്റെ മാതാപിതാക്കളല്ലേ ഞങ്ങൾ. അതിന്റെ സന്തോഷം ഞങ്ങൾക്കുണ്ടെന്ന്. കുഞ്ഞിന് ഓക്സിജൻ സിലിണ്ടറുമായിട്ട് പോകുന്നിടത്തൊക്കെ അത്രയും ബാധ്യതയിലാണ് കിടക്കുന്നത്, പട്ടിണിയിലാണ് കിടക്കുന്നത്. ഓരോ ദിവസം എങ്ങനെ തള്ളി നീക്കുമെന്ന് അറിയില്ല. അവർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ വചനമുണ്ടല്ലോ അത് ഞങ്ങൾ വിശ്വസിച്ചു, കർത്താവ് തരുമെന്ന്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ അത്രയും ഞെരുങ്ങിയൊക്കെ പോകുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷകൾ കൂടാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞതിങ്ങനെ ചങ്കിലെടുത്തിട്ട് ദൈവം തരും. ദൈവത്തിലുള്ള ആശ്രയത്തെ മനുഷ്യരിൽ ആശ്രയിക്കുന്ന നിർത്തിയിട്ട്, മനുഷ്യനെ ആശ്രയിക്കുന്നത് വിട്ടിട്ട്, അവർ തരും ഇവർ തരും എന്നുള്ളത് വിട്ടിട്ട് ദൈവം തരുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അച്ഛാ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മെഡിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം മനോഹരമായിട്ട് പട്ടിണിയില്ലാതെ ദാരിദ്ര്യമില്ലാതെ കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ലോകത്തെ വിട്ടിട്ട്, മനുഷ്യനെ വിട്ടിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കരയാനും, ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കാനും, ദൈവത്തിൻ്റെ മുമ്പിൽ ചങ്കു തുറക്കാനും, ദൈവം നമ്മൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ തുടങ്ങുമുണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവല്ലേ മത്തായി 6:33 പറയുന്നത്, ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്ക്, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുന്നാ പറഞ്ഞത്. കൂട്ടിച്ചേർക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാ ഇത്ര അസ്വസ്ഥപ്പെടുന്നത്? എല്ലാം തരും. എൻ്റെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതിയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ രഹസ്യം എന്നതാണ്, എൻ്റെ ദൈവം ഓരോ സ്റ്റെപ്പ് ഈ ഭൂമിയിൽ വയ്ക്കുമ്പോൾ ആ സ്റ്റെപ്പ് പിടിച്ചു നിൽക്കാനും ആ സ്റ്റെപ്പിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് എൻ്റെ കർത്താവ് തരും. എനിക്ക് വേണ്ടതെല്ലാം തരും. സുവിശേഷ ജീവിതത്തിന് എൻ്റെ പേഴ്സണൽ ലൈഫിൽ സഹനങ്ങളില്ലെന്നല്ല, വേദനകളില്ലെന്നില്ല, രോഗങ്ങളില്ലെന്നല്ല പറയുന്നത്. പക്ഷേ സുവിശേഷ ജീവിതത്തിന് വേണ്ടതെല്ലാം എൻ്റെ കർത്താവ് ഓരോ നിമിഷവും തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഉണ്ട് എൻ്റെ കർത്താവിന് വേണ്ടി കൂടി, എനിക്ക് വേണ്ടി ഇതുപോലെ സഹിച്ച ഒരു ദൈവം ഉള്ളപ്പോൾ ആ ദൈവത്തിന് വേണ്ടി കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു ആത്മാവിൽ വെളിപ്പെടുന്ന ഒരു അഭിഷേകം ഉണ്ടല്ലോ, അത് രക്തസാക്ഷിത്വത്തിൻ്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. അത് വിശുദ്ധ ജീവിതത്തിൻ്റെ അഭിഷേകമാണ്. അത് രക്തസാക്ഷിത്വത്തിൻ്റെ അഭിഷേകമാണ്. അത് വിശുദ്ധ ജീവിതത്തിൻ്റെ അഭിഷേകമാണ്. ഈ ആത്മാവിൽ സത്യം കിട്ടിക്കഴിയുമ്പോൾ എത്രയോ വിശുദ്ധരെ സഭയ്ക്കുണ്ട്. സഭയുടെ സമ്പത്താണ്, സഭയുടെ സമ്പത്ത്. അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കരുതേ. പിന്നെ അയ്യോ, എല്ലാ ദിവസവും കുർബാന ചൊല്ലുന്ന പ്രാർത്ഥനയായി പറഞ്ഞത്. കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കരുതേ. പിന്നെയോ സഭയുടെ വിശ്വാസം കണക്കിലെടുത്തിട്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്നാ പറയുന്നത്. സഭയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ഈ വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തിയവര്, ഇന്നലകളിൽ ഈ വിശ്വാസത്തിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിച്ചവര്, ഇന്നും സഭയ്ക്കുള്ളിൽ ഈ വിശ്വാസത്തെ പ്രതി സഹിക്കുന്നവര്, മരണതുല്യമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര്, രക്തം ചിന്തി മരിക്കുന്നവർ ഇന്നും ഈ വചന ശുശ്രൂഷ നടക്കുമ്പോഴും ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ കർത്താവിന് വേണ്ടി രക്തം ചിന്തി മരിക്കുന്ന അനേകരുണ്ട്. അടുത്ത കാലത്തൊക്കെ സിറിയയിലും കാബൂളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ എത്രയോ പേരെയാണ് സുവിശേഷത്തെ പ്രതി, യേശുവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി രക്തം ചിന്തി കഴുത്ത് വെട്ടിയും കഴുത്തറുത്തൊക്കെ കൊന്നുകളഞ്ഞത്. സഭയുടെ വിശ്വാസം പരിഗണിക്കണമെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അല്ല, നമുക്ക് എന്ത് വിശ്വാസം ഉണ്ടല്ലേ? ഒരു പരീക്ഷയ്ക്ക് തോറ്റാൽ നമ്മുടെ വിശ്വാസം പോയി. ഇതാണ് നമ്മുടെ വിശ്വാസം. പ്രാർത്ഥിച്ചൊരു വിഷയം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പോയി. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു രോഗം വന്നാൽ നമ്മുടെ വിശ്വാസം പോയി. ജീവിത പങ്കാളിയിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തിക്താനുഭവം ഉണ്ടായ ദൈവത്തോടുള്ള വിശ്വാസവും പോയി, പ്രാർത്ഥനയും പോയി, ദൈവത്തെ വിളിക്കൽ നിർത്തി, എല്ലാം അവസാനിപ്പിച്ചു. ചില നഷ്ടങ്ങളുണ്ടായാൽ, ചില ജീവിതത്തിന്റെ തകർച്ചകൾ വന്നാൽ, ചില കുടുംബാംഗങ്ങളുടെ വേർപാടുകൾ സംഭവിച്ചാൽ പിന്നെ ദൈവത്തെ വിട്ട് നമ്മൾ. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് രക്തസാക്ഷികളുടെ വിശ്വാസം അതല്ല. അവസാന ശ്വാസത്തിലും എനിക്ക് വേണ്ടി ജീവിക്കുകയും
മരിക്കുകയും ചെയ്തവന് വേണ്ടിയേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് മരണത്തിൻ്റെ താഴ്വരകളിലും ഏറ്റുപറഞ്ഞവരാണ് രക്തസാക്ഷി. അപ്പോൾ ഈ സത്യം കിട്ടുമ്പോൾ രക്തസാക്ഷിത്വത്തിൻ്റെ അഭിഷേകമാണ്, വിശുദ്ധ ജീവിതത്തിൻ്റെ അഭിഷേകമാണ് ഒരാത്മാവിൽ വെളിപ്പെടുക. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിന്നെ മക്കളെ നമുക്ക് സമയം കളയാനില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സമയം കളയാനില്ല. കാരണം എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി നമ്മൾ ജീവിച്ച് അല്ലേ, അയ്യോ സമയം തീരുവാണല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ ഇരുന്നാലും സമയം പോകുന്ന അറിയില്ല അല്ലേ? പ്രണയിക്കുന്നവരുടെയൊക്കെ കൂടെ ഇരുന്ന സമയം പോകുന്ന അറിയോ? എനിക്കറിയില്ല അച്ഛൻ എന്നായി പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. രാത്രി മുഴുവൻ എനിക്കറിയാം, ചിലർക്ക് രാത്രി മുഴുവനും രാത്രി 10:30 തുടങ്ങിയ ഫോൺ കോൾ വെളുപ്പിന് 4 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ ഒരു റിലേഷൻ ഒരു ആൻറ്റിയുടെ മോനെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ സെമിനാരിൽ നിർത്തിയതാണ്. അതിന് പിറ്റേ ദിവസം പരീക്ഷയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ വന്ന് ബ്രദറാണെന്ന് ചേട്ടൻ്റെ കൂടെ വന്ന് നിന്നോട്ടെ, എനിക്ക് രാത്രി കുറേ പഠിക്കാമല്ലോ. ഞാൻ ഒരു പാവപ്പെട്ടവൻ ഇത്രയും തീഷ്ണതയാണല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്, നീ പോരട്ടെ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ മുറിയൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മുറിയൊക്കെ കൊടുത്തു അവൻ വന്ന് അവിടെ താമസിച്ചു. രാത്രി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുന്നതിൻ്റെ കൂടെ ഫോൺ ഇങ്ങനെ വെച്ച് ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നീ ഫോൺ വിളിക്കുകയാണ് വെച്ചാൽ കമ്പൈൻഡ് സ്റ്റഡിയാണെന്ന് പറഞ്ഞു. ഓഹോ, കമ്പൈൻഡ് സ്റ്റഡിയാണ്, നമുക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ നമ്മളങ്ങനെ. അപ്പോൾ കമ്പൈൻഡ് സ്റ്റഡിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നൊരു കൊച്ചാണ്. ഇപ്പോൾ കമ്പൈൻഡ് സ്റ്റഡി നടക്കുമെന്ന് പറഞ്ഞു. നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്, ഞങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാനുണ്ട്, മോർണിംഗ് പ്രെയർ ഉണ്ട്, നിനക്ക് ഏതായാലും നാളെ പരീക്ഷയുള്ളതിൽ 7 മണിക്ക് കുർബാനയുണ്ട്, നീ ഇച്ചിരി നേരത്തെ കിടന്നിട്ട് എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ കുർബാന കൂടണം, നീ പരീക്ഷ എഴുതാൻ പോകല്ലേ, അപ്പോൾ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നേക്കാം. ഞാൻ രാവിലെ 4:30 എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ അവൻ അപ്പോഴും കമ്പൈൻഡ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴും കമ്പൈൻഡ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ നീ ഉറങ്ങിയില്ലേടാ? ഇല്ല, പഠിച്ച് തീർന്നില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എപ്പോഴേ ഈ കുർബാനയ്ക്ക് കുർബാനയ്ക്ക് വരാൻ പറ്റും തോന്നുന്നില്ല, എൻ്റെ തലയൊക്കെ അങ്ങോട്ട് അസ്വസ്ഥയുണ്ട്, ഉറക്കക്ഷീണമുണ്ട്, അല്ലെങ്കിൽ പരീക്ഷ ഹോളിൽ പോയിരുന്ന് ഉറങ്ങാൻ വഴിയുണ്ട്, ഞാൻ ഇച്ചിരി നേരം കിടക്കാൻ പോകണം, കുർബാന കഴിയും എന്നെ ഒന്ന് വിളിച്ചേക്കാവെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? ഞാൻ പറഞ്ഞു ഇത്ര ഇരുന്നല്ലേ, കിടന്നോളാം. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവൻ പറയുന്നത് കമ്പൈൻഡ് സ്റ്റഡി അവൻ സ്നേഹിക്കുന്ന പെണ്ണുമായിട്ടായിരുന്നു. സ്റ്റഡിയൊന്നും അല്ലായിരുന്നു, കമ്പൈൻഡ് സ്റ്റഡി. ഞാൻ പറഞ്ഞാൽ നീ അറിഞ്ഞിരുന്നെന്ന് ഞാൻ ആ പരിസരത്ത് കയറ്റിയല്ലായിരുന്നു വെറുതെ. അതച്ചാ ഹോസ്റ്റലിൽ കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ അവന്മാർ സംസാരിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് പിന്നെ ചേട്ടാന്നാ വിളിക്കുന്നത്. എൻ്റെ അത്രേ ഉള്ളൂ. കമ്പൈൻഡ് സ്റ്റഡി എന്നും പറഞ്ഞുകൊണ്ട് സെമിനാരി വന്നിരുന്നിട്ട് അവൻ അവിടെ ഇരുന്നുകൊണ്ട് രാത്രി മുഴുവൻ ഇവളെ ഫോൺ വിളിച്ച്. ഒരു കമ്പൈൻഡ് സ്റ്റഡി ഇല്ലായിരുന്നു, സ്റ്റഡിയേ ഇല്ലായിരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതിനൊക്കെ എത്ര മണിക്കൂർ വേണേലും കമ്പൈൻഡ് സ്റ്റഡിക്കൊക്കെ നമുക്കൊരു കുഴപ്പമില്ല. കർത്താവിൻ്റെ കൂടെ നമ്മെ ഇതുപോലെ സ്നേഹിച്ച തമ്പുരാൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ നമുക്കില്ല, പറ്റണില്ല. അത്രമാത്രം നമ്മൾ ലോകത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, അത്രമാത്രം ലോകത്തോട് കെട്ടുപണഞ്ഞ് നമ്മൾ കിടക്കുക. അതുകൊണ്ട് നമുക്ക് വല്ലാത്ത നിരാശയും സങ്കടമൊക്കെ വരുന്നത്. കർത്താവിനോട് ആ സ്നേഹത്തിൽ ഐക്യപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. ആമേൻ.